പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചു. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ആളടക്കം 2 പേർ അറസ്റ്റിൽ. ശ്രീകുമാരൻ ചേരുന്നു. ശ്രീത്ത്, പത്തനംതിട്ടയിൽ എവിടെയാണ്, എന്താണ് ഉണ്ടായത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് അടൂരിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും ഈ പെൺകുട്ടി ഇപ്പോൾ കാര്യമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ അതൊരു ക്രൂരമായ ബലാത്സംഗം തന്നെയായിരുന്നു എന്നാണ് അടൂരിലെ ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ്, ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ പ്രദേശത്തൊരു ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി വന്ന ആളുകളായിരുന്നു ഇത്തരത്തിൽ പീഡിപ്പിച്ചത്. പെൺകുട്ടിയെ പീഡിപ്പിച്ചത് 10 വയസ്സുകാരിയെ കൂട്ടുകാരിയെ ബലമായി പിടിച്ച് നിർത്തിക്കൊണ്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസിൻ്റെ വാർത്താക്കുറിപ്പ് സൂചിപ്പിക്കുന്നത്. ഇതിൽ അറസ്റ്റിലായിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത 2 പേരടക്കം 4 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ സുധീഷ് എന്ന വടയമ്പാടി സ്വദേശി, എറണാകുളം വടയമ്പാടി സ്വദേശി, ഇവിടെ ഒരു ചടങ്ങിന് വേണ്ടി വന്നതാണ്. ആ ആളടക്കമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. എന്തായാലും പെൺകുട്ടിയുടെ കൂട്ടുകാരികളും പെൺകുട്ടിയും പിന്നീട് ബന്ധുക്കളോട് വിവരം പറയുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും പോലീസിൽ വിവരം അറിയിക്കാനും ഒക്കെ കഴിഞ്ഞത്. കാര്യമായ രീതിയിലുള്ളൊരു വൈകൽ ഈ വിഷയത്തിലുണ്ടായില്ല. പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ഈ ജുവനൈലായ 2 പേർ കൂടി ഉണ്ട് എന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമാണ്. പ്രതികളുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം നൽകാനാകും. എന്തായാലും സങ്കടപ്പെടുത്തുന്ന, ഞെട്ടിക്കുന്ന, മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. 10 വയസ്സുകാരിയെ ബലമായി പിടിച്ചുകൊണ്ട് അതൊരു കൂട്ടമാനഭംഗം എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. ഹാഷ്മി, ഈ പിടിയിലായവരുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ടോ? ശ്രീത്, സ്ഥിരം കുറ്റവാളി കൂട്ടമാണോ? ഹാഷ്മി, ഒരു പേര് വിവരം കൃത്യമായ രീതിയിൽ പുറത്ത് വിടുന്നുണ്ട്. അതിൽ വടയമ്പാടി സ്വദേശി സുധീഷ് എന്നൊരു പേരാണ് ഏറ്റവും ഒടുവിൽ പോലീസ് പുറത്തു വിടുന്നത്. ഇത് കൂടാതെ മറ്റ് 2 പേർ ജുവനൈലാണ്. ഒരു ആളുടെ പേര് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കും. അങ്ങനെ ഇപ്പോൾ സംഭവത്തിൽ 2 പേരാണ് കസ്റ്റഡിയിലായിട്ടുള്ളത് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. 4 പേർ എന്നുള്ളത് ഉണ്ട്, പക്ഷേ 2 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. വടയമ്പാടി കക്കാട്ടിൽ വീട്ടിൽ സുധീഷിനെയും ഒരു 16-കാരനെയുമാണ് അടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. 16-കാരനുമായുള്ള പരിചയം, പെൺകുട്ടിയെ അടൂരിൽ നിന്നും ഒരു സ്വകാര്യ ചടങ്ങിന് അടൂരിലേക്ക് എത്തിച്ചേർന്നതായിരുന്നു ഈ സുധീഷ് അടക്കമുള്ള ആളുകൾ. എന്തായാലും ഈ കുട്ടിയെ ബലമായി കടത്തിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷം പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. 2 പേരാണ് എന്ന് പറയുന്നു. എന്തായാലും കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പോലീസ് എന്ന് പറഞ്ഞാൽ ഇത്തരം വാർത്തകൾ നമുക്കൊരു പുതുമയല്ല. കുറേയധികം വാർത്തകൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പീഡനവും കൊലപാതകവും ഒക്കെയായി ക്രൈം വാർത്തകളുടെ കൂട്ടത്തിൽ ഉച്ചയാകുമ്പോഴേക്കും ഒരു പുതിയ വാർത്ത കൂടി ഇന്ന് വരികയാണ്.